നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളം കയറി. എറണാകുളം മുതൽ വയനാട് വരെ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പ്രതിഷേധം കനക്കുന്നു. മീനുകളുടെ കൂട്ടക്കുരുതിക്കിടയാക്കിയ രാസമാലിന്യം എന്തെന്നതിൽ വ്യക്തതയില്ല. നഷ്ടപരിഹാരം തേടി നിയമ നടപടിക്കൊരുങ്ങി മത്സ്യകർഷകർ. മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് ഇന്ന് CPM മാർച്ച്. കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിലെ ഇരകളിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരും. നിക്ഷേപം പിൻവലിക്കാനെത്തിയ എൻഡോസൾഫാൻ ദുരിതബാധിതയെ ബാങ്ക് ജീവനക്കാർ തിരിച്ചയച്ചു. സർക്കാരിൽ നിന്ന് ലഭിച്ച ധനസഹായം പിൻവലിക്കാനാകാതെ ദുരിതബാധിതർ. കോഴിക്കോട് മുക്കം മേടമ്പറ്റക്കുന്നിൽ കുന്നിടിക്കൽ രൂക്ഷം. ഭൂമാഫിയയുടെ കുന്നിടിക്കലിന്റെ ഇരകളായി 100-ലധികം പേർ. മഴ ശക്തമായതോടെ ബന്ധുവീടുകളിൽ അഭയം തേടി കുടുംബങ്ങൾ. 3 ഏക്കറോളം വരുന്ന കുന്നിടിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയെന്നും ആരോപണം. IPL-ൽ ബംഗളൂരു പുറത്ത്. എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസിന് 4 വിക്കറ്റ് ജയം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മടങ്ങുന്നത് തുടർ വിജയങ്ങളുടെ പകിട്ടുമായി. വാർത്തകളിലേക്ക് വിശദമായി. പെയ്തൊഴിയാതെ മഴ.